അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എന്ന രീതിയിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി, അത് കൃത്യമായും ഇപ്പോൾ മുതിർന്ന CPM-ന്റെ നേതാവായിട്ടുള്ള ജി സുധാകരൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു പൊതുപരിപാടിയാണ്. ജി സുധാകരൻ അതിലേക്ക് ക്ഷണമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കണം CPIM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. ഈ പറയുന്ന M നാസറോ AM ആരിഫോ H സലാമോ ഒന്നും കൃത്യമായും പാർട്ടി പ്രവർത്തനത്തിലൂടെ മുൻനിരയിലേക്ക് എത്തിയതല്ല. അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ലോബി ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ. ആ ലോബിയുടെ സഹായത്തോടെയാണ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ ജി സുധാകരനെ പോലുള്ള നേതാക്കളാകട്ടെ, അവരുടെ കഠിന പ്രയത്നം കൊണ്ടും അവർ പാർട്ടിക്ക് വേണ്ടി നടത്തിയ ത്യാഗോജ്വലമായ നീക്കങ്ങളുമാണ് പാർട്ടി തിരിച്ച് അതിനുവേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും അവർ എല്ലാ രീതിയിലും അറിയപ്പെടുന്ന നേതാക്കളായി മാറിയത്. ആലപ്പുഴ ജില്ലയിൽ VS കഴിഞ്ഞാൽ ജി സുധാകരനോളം തലപ്പൊക്കമുള്ള ഒരു CPM നേതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ഉള്ള അദ്ദേഹത്തെയാണ് R നാസറിനെ പോലുള്ളവർ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ജി സുധാകരനെ തരം താഴ്ത്താനും അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യാനും ശ്രമിക്കുന്നവർക്കെതിരെ CPM-ൽ തന്നെ പടയൊരുക്കം തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. വളരെ വൈകാതെ ആലപ്പുഴ ജില്ലയിൽ CPIM-ന്റെ അവശേഷിക്കുന്ന കനൽത്തരികൾ കെട്ടുകൊള്ളും എന്ന് തന്നെയാണ് കൃത്യമായും കോൺഗ്രസും അതുപോലെ UDF-ഉം പറയുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ നാട് കടത്തുന്നു എന്ന രീതിയിലേക്കാണ്. അവരെയൊന്നും മത്സരിപ്പിക്കാനോ അവരെയൊന്നും പൊതുപരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാനോ ഒന്നും അനുവദിക്കാതിരിക്കുന്നത്. നമുക്കറിയാം, തോമസ് ഐസക് 4 തവണ ആലപ്പുഴ MLA ആയിരുന്ന വ്യക്തിയാണ്. 2016-21 കാലഘട്ടത്തിൽ രണ്ടാമതും, അതായത് ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയാകുന്നത് 2ാം തവണയായിരുന്നു. അങ്ങനെയുള്ള തോമസ് ഐസക്കിനെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരിപൂർണമായി അവഗണിക്കുന്നത്. ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ തങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാമോ എന്നുള്ള പരവേശത്തിലാണ് R നാസറും സംഘവും. എന്നാൽ CPIM-ന്റെ ഈ ലോബിക്കെതിരെ സാധാരണക്കാർ തിരിഞ്ഞിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയിൽ CPIM-നെ കാത്തിരിക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ആലപ്പുഴയിലെ പല ഗ്രാമപഞ്ചായത്തുകളും CPIM-ൽ നിന്നും പരിപൂർണമായും UDF-ലേക്ക് പോകുമെന്നും കൃത്യമായി CPM-ലെ തന്നെ നേതാക്കൾ പറഞ്ഞു പരത്തുകയാണ്.